ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പന്തംകൊളുത്തി പ്രകടനം ഈ വാഹനത്തിന് പിന്നിൽ കടന്നു വരികയും. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. സർക്കാർ കറണ്ട് ചാർജ് കൂട്ടുന്നതിനെതിരെ തൊടുപുഴി വൻ പ്രതിഷേധ സംഗമം. മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാജു തരണി പ്രതിഷേധ റാലിക്ക് നേതൃത്വം വഹിച്ചു. പ്രതിഷേധ റാലിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സെക്രട്ടറി ആർ രമേശ് ഇലക്ട്രിസിറ്റി വകുപ്പ് എത്രയും വേഗം സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കേന്ദ്രം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടു. ഈ വാഹനത്തിന് പിന്നിൽ കടന്നു വരികയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ NB ചാക്കോ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പന്തംകൊളുത്തി പ്രകടനം ഈ വാഹനത്തിന് പിന്നിൽ കടന്നു വരികയും തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ രാജു തരണിയിലിന്റെ നേതൃത്വത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ശ്രീ ആർ രമേശ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പ്രയാണം ആരംഭിച്ച പന്തംകൊളുത്തി പ്രകടനം ഈ വാഹനത്തിന് പിന്നിൽ കടന്നു വരികയും ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഇതിലൂടെ വേണ്ട തീരുമാനങ്ങൾ കൈക്കൊണ്ടില്ലെങ്കിൽ കേരളമാകെ സ്തംഭിപ്പിക്കുന്ന സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന താക്കീതുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന വൈദ്യുതി ചാർജ് വർധനവിനെതിരെ സംഘടിപ്പിക്കുന്ന സമര പരിപാടികൾ അന്യായമായ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ്, വനിതാ പ്രസിഡന്റ് ഇതിലൂടെ വേണ്ട തീരുമാനങ്ങൾ കൈക്കൊണ്ടില്ലെങ്കിൽ കേരളമാകെ സ്തംഭിപ്പിക്കുന്ന സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന താക്കീതുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപനത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പന്തംകൊളുത്തി പ്രകടനം ഈ വാഹനത്തിന് പിന്നിൽ കടന്നു വരികയും തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ രക്ഷാധികാരി TN പ്രസന്നകുമാർ, ജനറൽ സെക്രട്ടറി ശ്രീ ആർ രമേശ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പ്രയാണം ആരംഭിച്ച പന്തംകൊളുത്തി പ്രകടനം ഈ വാഹനത്തിന് പിന്നിൽ കടന്നു വരികയും GST, വാടകയിന്മേലുള്ള GST, അതുപോലെ തന്നെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന വ്യാപാരികൾ ഈ സമയത്ത് നമുക്ക് കറണ്ട് ചാർജ് വർധനവ് വളരെയധികം ഭാരമുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു യൂണിറ്റ് വർദ്ധിപ്പിച്ചാൽ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഓരോ അംഗത്തിനും വരുന്നത്. നമ്മൾ വളരെയധികം വ്യാപാരികൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് 12,000 വ്യാപാരികൾ ആത്മഹത്യ ചെയ്തു സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം. ഈ സാഹചര്യത്തിൽ ഏറ്റവും അവസാനത്തെ ആയുധമാണ് വൈദ്യുതി ചാർജ്. ഇനി വരാൻ പോകുന്ന വർധനവ് ഇനി വേറെ വരാൻ പോകുന്നു. ഇതെല്ലാം നമ്മൾ ആശങ്കയോടെയാണ് കാണുന്നത്. ഈ അവസരത്തിൽ ഇനിയും സർക്കാർ ഇത് കണ്ട് വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുമ്പോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനായിട്ട് നമ്മുടെ ജില്ലാ ട്രഷറർ ആർ രമേശ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ മാസം ഡിസംബർ 5 തീയതി മുതൽ നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ചാർജുകൾ സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരു യൂണിറ്റിന് 16 പൈസയാണ് ഈ പറയുന്ന 5 തീയതി മുതൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഒരു യൂണിറ്റിന് 16 പൈസയല്ലേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ എന്ന്. പക്ഷേ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ KSEBക്ക് നൽകിയിട്ടുള്ള ഉപദേശം, അതായത് 2025-26 സാമ്പത്തിക വർഷത്തിൽ മറ്റൊരു 12 പൈസയും കൂടെ കൂട്ടും. അപ്പം ഒരു 3 മാസം കൂടി കഴിയുമ്പോൾ ഇപ്പോൾ വർദ്ധിപ്പിച്ച 16 പൈസ എന്ന് പറയുന്നത് 28 പൈസയായി മാറും. ഇനി ഇടുത്തി വീണതുപോലെ ഒരു യൂണിറ്റിന് 17 പൈസയുടെ സർചാർജ് കൂടി നമുക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഒരു യൂണിറ്റിന് 17 പൈസയുടെ സർചാർജ് കൂടി വരുമ്പോൾ ഇതെല്ലാം കൂടി പാവപ്പെട്ട ഉപഭോക്താവ് എങ്ങനെ താങ്ങും എന്നതാണ് നമ്മളുടെ മുന്നിലെ പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഒരു മാസം ഏതാണ്ട് 200 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവിന് പ്രതിമാസം അയാളുടെ ബില്ലിൽ 65 രൂപയുടെ വർധനമാണ് ഉണ്ടാകാൻ പോകുന്നത് പ്രതിമാസം. പ്രസരണത്തിലെ നഷ്ടം, വൈദ്യുതിയുടെ ഉൽപാദന ചെലവുകൾ, വൈദ്യുതി ജീവനക്കാരുടെ കെടുകാര്യസ്ഥത, ഇതൊക്കെ മൂലമാണ് KSEBക്ക് ഇതുപോലെയുള്ള നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം.
കഴിഞ്ഞ ശമ്പള വർധനവ് KSE-ബിയിലെ ഉദ്യോഗസ്ഥർ, SSLC പോലും പാസ്സാകാത്ത ഉദ്യോഗസ്ഥർ 50,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാനും ഇവരുടെയൊക്കെ കെടുകാര്യസ്ഥിതിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വൈദ്യുതി ചാർജ് വർധനവ് പാവപ്പെട്ട ഉപഭോക്താവിന്റെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എന്നത് നിങ്ങളേവരും മനസ്സിലാക്കണം. വൈദ്യുതി ഉൽപാദനത്തിനും വൈദ്യുതിയുടെ വിതരണത്തിനും ഇതിന്റെ പ്രസരണത്തിനും ഒക്കെ സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം കൂടി ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോയാൽ ഇവിടെ ഈ മേഖലയിൽ ഒരു കോമ്പറ്റീഷൻ സംജാതമായാൽ കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് ഈ വൈദ്യുതി ബോർഡിൽ നിന്നും അടിക്കടി ഉണ്ടാകുന്ന ഈ പ്രഹരം നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാനാകും എന്നാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് ഈ അവസരത്തിൽ നിർദ്ദേശിക്കുവാനുള്ളത്.